ഓ വണ്ടി പോയി കയറി. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ പരിപാടി നേരെ ഞങ്ങൾ പോവാണ്. നമ്മുടെ പരാഗി ഹോളിഡേയ്സും കൊണ്ട് നേരെ പന്തളത്ത് പോവാണ്. സെറ്റിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതൊന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാനുണ്ട്, നമ്മുടെ ഹാഷിമുണ്ട്, നമ്മുടെ മുതലാളിയുണ്ട്, പിന്നെ നമ്മുടെ ഒരു പയ്യൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ സെറ്റ് വർക്ക് കൂടുതൽ ഈ വണ്ടിയുടെ പന്തളത്ത് തന്നെയാണ് ചെയ്തത്. അത് കാരണം അവിടെ തന്നെ കൊണ്ടുപോയി നോക്കാനാണ് ഈ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് സെറ്റിൻ്റെ ചെറിയ കംപ്ലയിൻ്റ് ഉള്ള കാരണം പാട്ടിടാൻ നമുക്ക് പറ്റത്തില്ല, ഓവർലോഡ് കാണിക്കുമായിരുന്നു. അത് കാരണം ഞങ്ങൾ പാട്ടൊന്നും വിടാതെ നൈസായിട്ട് കഥകളൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോയത്. നിങ്ങൾക്കറിയാമല്ലോ, വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ക്യാബിൻ ഫീൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ക്യാബിനകത്തിരുന്ന മുതലാളിയാണ് ഓടിച്ചത്. അപ്പോൾ പന്തളത്ത് ചെന്നിട്ട് നമുക്കൊരു കൊച്ചു വഴി കൂടെ കുടിശിനാട് നിന്ന് ഇടത്തോട്ട് കയറി പോകണമായിരുന്നു പന്തളത്തു നിന്ന്. ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സീറോയും ബ്രോഡാണിയും പിന്നെ അടുത്ത് കാണാൻ പോകുന്നത് നമ്മുടെ ജയഗുരുവിൻ്റെ ജിന്ന് ഗ്യാങ്സ്റ്ററും ഇവിടെ വർക്കിന് വന്നിട്ടുണ്ട് ഗൈസ്. ഇവന്മാരെ ഇത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. തൃശ്ശൂരിൽ നിന്ന് വന്നേക്കാണ് ഇവർ വർക്ക് എടുക്കാനായിട്ട് ഇവിടെ സ്പെക്ട്രയിൽ. നമ്മുടെ വണ്ടിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ നോക്കാനുള്ള ചേട്ടൻ, അപ്പോൾ ഇന്നലെ രാത്രി ഇവർക്ക് പണിയുണ്ടായിരുന്നു, അത് കാരണം കുളിക്കാൻ പോയേക്കുമായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വേണമായിരുന്നു നോക്കാൻ. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് നോക്കുന്ന സമയം കൊണ്ടപ്പോൾ നമ്മുടെ മുതലാളി എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഒരു വണ്ടിയുടെ ക്യാബിൻ സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ കൂടി പുള്ളിയും കൂടി സെറ്റ് ചെയ്തു. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വർക്ക് നമ്മുടെ ഈ വണ്ടിയുടെ ഓൾറെഡി ചെയ്തിരുന്നത് ഈ സ്പെക്ട്രയിൽ തന്നെ ആയിരുന്നു. സ്പെക്ട്ര ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ആ ചേട്ടൻ ഒത്തിരി നാളായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. 2012 മുതൽ ലൈറ്റ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ ഒരു 19 മുതൽ നമ്മുടെ സൗണ്ട് വർക്കും എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ഒത്തിരി പ്രമുഖമായിട്ടുള്ള ഒത്തിരി കേരളത്തിലെ വണ്ടികൾ ഇവിടെ വന്നാണ് ചെയ്യുന്നത്. നമുക്ക് അരുൺചേട്ടനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആ സ്റ്റിയറിങ്ങെ പിടിച്ച് ചാടിക്കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന ചേട്ടനാണ് അരുൺ. ആ ചേട്ടനും വേറൊരു ജിത്തു എന്ന് പറഞ്ഞ ചേട്ടനും കൂടെ തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് ഈ സ്പെക്ട്ര എന്ന് പറഞ്ഞത്. പണ്ട് പോലെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇപ്പോൾ വണ്ടിയുടെ ഫുൾ സെറ്റ് വർക്കും കാര്യങ്ങളും എല്ലാം പാനലെല്ലാം ചെയ്യുന്ന ടീമാണ്. അപ്പോൾ അവർ വന്ന് ഇതെല്ലാം ചെക്ക് ചെയ്യുകയാണ്. ആദ്യം നമ്മുടെ 2 ഇൻവേർട്ടർ ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മേളിലത്തെ ഒരു ഇൻവേർട്ടർ ചെക്ക് ചെയ്യുകയാണ്. അതിനകത്തോട്ട് കറണ്ട് വരുന്നില്ലായിരുന്നു. താഴെ നമ്മുടെ ഒരു ഇൻവേർട്ടർ ഉണ്ട്, അതിനകത്ത് കറണ്ട് ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ഇൻവേർട്ടറിൻ്റെ ചെറിയൊരു ഷോർട്ടിങ് ആയിരുന്നു അതിൻ്റെ പ്രശ്നം. അത് നമ്മൾ അയച്ച് സർവീസിന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം താഴെ നിന്നുള്ള ഇൻവേർട്ടറിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ലൈൻ എടുക്കാം, അത് ലോഡ് എടുക്കുന്നതാണെന്ന് ചേട്ടൻ പറഞ്ഞു. പിന്നെ അരുൺ ചേട്ടൻ ഒന്നുകൂടെ അത് ചെക്ക് ചെയ്യുകയാണ്, വേറെ എവിടെയെങ്കിലും ഷോർട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ മിക്സറിൻ്റെ പാനലെല്ലാം അഴിച്ചിട്ട് ചേട്ടൻ ഒന്നുകൂടെ അത് ചെക്ക് ചെയ്ത് നോക്കുവാണ് എവിടെയെങ്കിലും ഷോർട്ടിങ്ങോ കാരണങ്ങൾ കൊണ്ടാണോ ഇതുണ്ടായെന്നുള്ളത്. അങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ അരുൺചേട്ടൻ പരിപാടിയൊക്കെ തീർത്ത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞാനൊരു വ്ളോഗിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞു. അരുൺചേട്ടൻ തീരെ നാണക്കാരനാണ്, അത് കാരണം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആൾ ക്യാമറ കാണുമ്പം ഓടിപ്പോയി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബസ്സിനകത്ത് സെറ്റ് വർക്കിന് വേണ്ടിയുള്ള ബോക്സ്, നമ്മുടെ സ്പീക്കറിന് വേണ്ടിയുള്ള ബോക്സ് അടിക്കുന്ന ചേട്ടന്മാരാണിത്. അപ്പം ഇങ്ങനെ ബോക്സ് കട്ട് ചെയ്ത് നല്ല ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ക്ലോത്തൊക്കെ ഇട്ട് കവർ ചെയ്യുകയാണ്. കവർ ചെയ്തിട്ടാണ് നമ്മുടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഈ ബോക്സിനകത്ത് സെറ്റാക്കി വെക്കുന്നത്. അപ്പം ടൂറിസ്റ്റ് വണ്ടികൾ, ട്രാവലർ, അതുപോലെ തന്നെ ഏത് വർക്ക്, ഓട്ടോ കാര്യങ്ങൾ ഏതായിക്കോട്ടെ, ഏത് വണ്ടിക്ക് ഇങ്ങനത്തെ വർക്ക് വല്ലതും ഉണ്ടെങ്കിൽ സ്പെക്ട്രയിലോട്ട് വന്നാൽ മതി, അവർ ചെയ്ത് തരും, അടിപൊളിയായിട്ട് ചെയ്ത് തരും. ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പന്തളത്തു നിന്ന് ആദിക്കാട്ടുകുളത്തേക്ക് പോകുന്ന വഴി കുടച്ചനാടെന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇടത്തോട്ട് ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ കയറി വന്നാൽ മതി. അവിടെയാണ് ഈ സ്ഥലം. ഇതപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറാണ്. അപ്പോൾ സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഗൈസ്, AITPയുടെ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറാണ് ഇത്. അപ്പോൾ ഇത് 2+2 സീറ്റാണ് വരുന്നത്. AC പുഷ്പായ്ക്ക് വണ്ടികളാണ്. ഇതെല്ലാം ഓൾ ഇന്ത്യ പെർമിറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല 3 സീറ്റ് വെച്ച് എന്താ ഇല്ലാത്തതെന്നുള്ളത്. അങ്ങനെ നമ്മുടെ കംപ്ലയിൻ്റ് എല്ലാം റെക്ടിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് അരുൺ ചേട്ടൻ ഒന്നുകൂടെ അതെല്ലാം കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇൻവേർട്ടറിലും കാര്യങ്ങളും എല്ലാം നോക്കി, പവറും കാര്യങ്ങളും ഇൻപുട്ടോ ഔട്ട്പുട്ടോ എല്ലാം നോക്കുകയാണ്. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അമ്പു തിരുവനന്തപുരത്ത് പോയേക്കുമായിരുന്നു. തിരിച്ചവൻ ബസ് കയറി പന്തളത്തിറങ്ങി എൻ്റെ കൂടെ, അല്ല ഞങ്ങളുടെ കൂടെ കൂടി. നമ്മുടെ വണ്ടിയിലെ സെറ്റും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് പിന്നെയും തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പം എല്ലാം ഓണായി, എല്ലാം ചെക്ക് ചെയ്യുകയാണ്. അരുൺ ചേട്ടൻ ഒന്നുകൂടെ മേളിൽ കയറി വന്നിട്ട്
നമ്മുടെ അവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം അത്യാവശ്യം ഫെയിം വണ്ടികളായതുകൊണ്ട് ഇഷ്ടം പോലെ വ്ളോഗർമാർ അവിടെ ഉണ്ടായിരുന്നു വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുക്കാൻ. അതിലൊരു വ്ളോഗർ വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്നും നോക്കില്ല, നല്ലൊരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വെച്ച്. അപ്പം ഈ കിടക്കുന്ന ജയഗുരുവിനാണ് നമ്മുടെ തൃശ്ശൂർ സുഹിത്തേട്ടൻ്റെ വണ്ടിയാണ്, ബ്രോഡാടി കോട്ടയം വണ്ടിയാണ്. സീറോ എന്ന് പറയുന്നത് നമ്മുടെ ഡി പൈലറ്റിൻ്റെ വണ്ടിയാണ്. ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ വണ്ടിയുടെ പണി തീർന്നിരുന്നു. പിന്നെ നേരെ അപ്പുറത്ത് പോയി വണ്ടി ഇച്ചിരി മാറിപ്പോയി തിരിക്കണമായിരുന്നു. അവിടെ പോയി വണ്ടി തിരിച്ചിട്ട് നേരെ കൊണ്ട് നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അവിടെ ഇട്ടു. അപ്പം ചെറിയൊരു വീഡിയോ നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ പൈസയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ തിരിച്ചു പോരുന്നു. അപ്പം നേരെ ഞങ്ങൾ വരുന്നത് പന്തളത്തു നിന്ന് നമ്മൾ കുളനടയിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് ആറന്മുള വഴിയാണ് വരുന്നത്. അപ്പോൾ മുതലാളിക്കൊരാഗ്രഹം ആറന്മുളയിലോട്ട് പോകുന്ന അവിടെ പാടത്തിലിറങ്ങി ഒരു വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വെണ്ണിക്കുളത്ത് കൊണ്ടുപോകാൻ വിട്ടു. അപ്പോൾ എന്തൊരു ഓട്ടോ ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. വരാഗി ഹോളിഡേയ്സ് മല്ലപ്പള്ളി. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.